എപ്പിസോഡ് 26 എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഈ സമയം മുത്തശ്ശിയുടെ അടുത്ത് പോകുന്ന മോഹിനി മുത്തശ്ശിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആദ്യം ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്ന് പറയുന്ന മുത്തശ്ശിയോട് സെന്റിമെന്റായി ഓരോന്ന് പറഞ്ഞ് മോഹിനി മുത്തശ്ശിയുടെ കയ്യിൽ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കാണുന്ന മുത്തശ്ശിക്ക് മോതിരം ഇഷ്ടപ്പെടുകയാണ്. മോഹിനി മുത്തശ്ശിക്ക് ഡയമണ്ട് മോതിരമാണ് ഗിഫ്റ്റായി കൊടുത്തത്. ആ മോതിരം മുത്തശ്ശി എടുക്കുന്നത് കാണുന്ന മോഹിനി മുത്തശ്ശിയോട് ബാബ കൊടുത്ത മോതിരം ഇട്ടിരിക്കുന്ന വിരൽ മാത്രമേ ഈ മോതിരം കറക്റ്റ് ആവുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന മുത്തശ്ശി ബാബ കൊടുത്ത മോതിരം ഊരിയാൽ രക്ഷസ് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് മുത്തശ്ശിക്ക് ഗിഫ്റ്റ് വേണ്ട എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി മുത്തശ്ശിക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ തോന്നിയാൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വളരെ ഇമോഷണലായി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. മോഹിനി വിഷമിച്ച് പോയതിൽ വിഷമം തോന്നുന്ന മുത്തശ്ശി കുറച്ചു നേരത്തേക്ക് മോതിരം ഇടാമെന്നും അപ്പോൾ മരുമകളുടെ വിഷമം മാറുമെന്നും പറഞ്ഞ് മുത്തശ്ശി വിരലിൽ കിടക്കുന്ന മോതിരം ബെഡിൽ ഊരി വെച്ചിട്ട് മോഹിനി കൊടുത്ത മോതിരം ഇടുകയാണ്. ഇതെല്ലാം അവിടെ മറിഞ്ഞു നിന്ന് കാണുന്ന മോഹിനി മുത്തശ്ശിയുടെ ശരീരത്തിൽ കയറുകയാണ്. എന്നിട്ട് മോഹിനി അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ഈ സമയം മുത്തശ്ശിയുടെ സൗണ്ട് കേട്ട് ഓടി വരുന്ന പാറു മുത്തശ്ശിയുടെ ബെഡിൽ മോതിരം ഊരി വെച്ചിരിക്കുന്നത് കാണുകയാണ്. മുത്തശ്ശിയുടെ സ്വഭാവത്തിൽ മാറ്റം കാണുന്ന പാറുവിന് മുത്തശ്ശിയുടെ ശരീരത്തിൽ രക്ഷസുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഇതേസമയം മുത്തശ്ശിയുടെ അട്ടഹാസ ചിരി പാലസിലെ എല്ലാവരും കേൾക്കുകയാണ്. മുത്തശ്ശി എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്നും പറഞ്ഞ് എല്ലാവരും മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. മുത്തശ്ശിയുടെ റൂമിൽ വരുന്ന അവർ മുത്തശ്ശി അട്ടഹസിച്ച് ചിരിക്കുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ദുൽജന്ത് മുത്തശ്ശിയോട് എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്നും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിയുടെ ചിരി കണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുന്ന പാറു മുത്തശ്ശിയുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞാൽ എല്ലാവർക്കും വിഷമമാകുമെന്ന് മനസ്സിലാക്കുന്ന പാറു കയ്യിലിരിക്കുന്ന ഒരു പരസ്യ പേപ്പർ തറയിലിടുകയാണ്. എന്നിട്ട് പാറു എല്ലാവരോടും മുത്തശ്ശി സന്തോഷം കൊണ്ട് ചിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് തറയിൽ കിടക്കുന്ന ആ പേപ്പർ എടുത്ത് ദുൽജന്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ പേപ്പർ കണ്ടിട്ടാണ് മുത്തശ്ശിക്ക് സന്തോഷം തോന്നിയതെന്നും ഈ പാലസിലുള്ള എല്ലാവരും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നും അതിന്റെ സന്തോഷം കൊണ്ടാണ് മുത്തശ്ശി ചിരിക്കുന്നതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദുൽജന്ത് ബ്യൂട്ടി കോമ്പറ്റീഷനിൽ ഈ പാലസിൽ നിന്ന് എല്ലാവരും പങ്കെടുക്കുമെന്നും പറയുകയാണ്. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ പാറു മുത്തശ്ശിയെ നോക്കി ബ്യൂട്ടി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി രക്ഷസിനെ മുത്തശ്ശിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നേ പറ്റൂ. ആ ദേവനാണ് സത്യം. ഈ പാലസിലുള്ള രക്ഷസ് ആരാണെന്ന് പാറു കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. പാറു മുത്തശ്ശിയുടെ ശരീരത്തിലായതുകൊണ്ട് ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ടും വിഷമിച്ചിരിക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ എല്ലാവരും ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുക്കാനിടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ഡ്രസ്സ് എടുക്കുകയാണ്. അത് കണ്ട് അവിടെ വരുന്ന ജ്യോതി പാറുവിന്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് ജ്യോതിക്ക് ഇഷ്ടപ്പെട്ടു എന്നും എനിക്ക് അവകാശപ്പെട്ടതൊന്നും ആരും സ്വന്തമാക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ജ്യോതി പാറുവിന്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് പിടിച്ചു വാങ്ങിക്കുകയാണ്. അത് കണ്ട് വിഷമം വരുന്ന പാറു അവിടെ നിന്ന് പോകുന്നു. ശേഷം മുത്തശ്ശിയുടെ റൂമിൽ പോകുന്ന പാറു അവിടെ ബെഡിൽ മുത്തശ്ശി ഊരി വെച്ച മോതിരം എടുക്കുകയാണ്. എന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് അഹങ്കരിക്കുന്ന രക്ഷസ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി മുത്തശ്ശിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം മുത്തശ്ശിയുടെ വിരലിൽ പാറു ഈ മോതിരം ഇടുമെന്ന് പറയുകയാണ്. മറുവശത്ത് പാറു കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. രക്ഷസുകളുടെ കാല് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പാറു രക്ഷസ് ആരാണെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞിരിക്കുന്ന കാൽപാദത്തിന്റെ ഒരു കെണി ആ റാമ്പ് വാക്ക് നടക്കുന്ന സ്റ്റേജിൽ വെക്കുകയാണ്. രക്ഷസാണ് അതിൽ കാല് വെക്കുന്നതെങ്കിൽ തിരിഞ്ഞിരിക്കുന്ന കാല് കെണിയിൽ കുടുങ്ങും. ഇതാണ് പാറുവിന്റെ പ്ലാൻ. ആ സമയം പപ്പിയും പപ്പിയുടെ അമ്മയും അവിടെ വരികയാണ്. അവർ പാറുവിനോട് വൃത്തിയാക്കുന്നതൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പാറുവിനെ അവർ വഴക്ക് പറയുന്ന സമയം അവിടെ വരുന്ന ബബ്ലി പാറുവിനോട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പപ്പിയുടെ അമ്മ ഈ പാലസിലുള്ളവരുടെ കൂടെ ഒരു ജോലിക്കാരി മത്സരിക്കുകയോ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് അവിടെ വരുന്ന ശങ്കർ പപ്പിയുടെ അമ്മയോട് പാറു ജോലിക്കാരി അല്ല എന്നും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് പാറു എന്നും പാറു ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമെന്നും പറയുകയാണ്. ശങ്കർ പറയുന്നത് കേട്ട് അവിടെ വരുന്ന ജ്യോതിക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വരുന്ന ജ്യോതി പാറുവിന്റെ റൂമിൽ പോയി പാറുവിന്റെ മേക്കപ്പ് സാധനങ്ങളും അലമാരിയിൽ ഇരിക്കുന്ന ഡ്രസ്സും എല്ലാം തറയിലെടുത്ത് ഇടുകയും അതെല്ലാം കത്തിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഈ കോമ്പറ്റീഷനിൽ പാറു എങ്ങനെ പങ്കെടുക്കുമെന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ശങ്കർ പാറുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ സന്തോഷത്തിൽ പാറു തുള്ളിച്ചാടി റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോകുന്ന പാറുവിന്റെ ഡ്രസ്സ് എല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് കണ്ട് വിഷമത്തോടെ ഇരിക്കുകയാണ്. ആരായിരിക്കും ഇത് ചെയ്തതെന്ന് ആലോചിച്ചിരിക്കുന്ന പാറുവിന് ജ്യോതിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. പാറുവിന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയുമോ, മോഹിനി കോമ്പറ്റീഷനിൽ ജയിക്കുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.